50 ഏക്കർ ഏലത്തോട്ടത്തിന്റെ നടുവിൽ ഒരു കിടിലൻ റിസോർട്ട്. ജോലിയുടെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയുടെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഏകദേശം 20 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഗ്ലാസ് കൂടാരത്തിനുള്ളിൽ താമസിച്ചാലോ? അതെ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫാമിലീസിനായാലും ബാച്ചിലേഴ്സിനായാലും ഹണിമൂൺ കപ്പിൾസിനായാലും ഒരുപോലെ താമസിക്കാൻ പറ്റിയ 9 വെറൈറ്റി ഹട്ടുകളുള്ള ഒരു കിടിലൻ റിസോർട്ട്. ചുറ്റും ഏലത്തോട്ടങ്ങളാലും മരങ്ങളാലും നിറഞ്ഞ് കാടിന്റെ ഫീല് തരുന്ന പ്രകൃതിയുടെ മണം നിറഞ്ഞ സ്കൈസ് ഗ്ലാമ്പിംഗ് റിസോർട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ട്രീ ടോപ്പ് ടെന്റ്, ട്രയാങ്കിൾ, എലിവേറ്റഡ് ഗ്ലാസ് തുടങ്ങി പലതരത്തിലുള്ള ഹട്ടുകൾ. മൂന്നാർ പള്ളിവാസലിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ റിസോർട്ടിലെത്താം. ഏലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ് ഓരോ ഹട്ടിലേക്കും എത്തുന്നത്. ഓരോ ഹട്ടുകൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രൈവസിയും സെക്യൂരിറ്റിയും ഉണ്ട്. പാർക്കിംഗ് ചെയ്ത ശേഷം ജീപ്പിലാണ് റിസോർട്ടിലേക്ക് പോകേണ്ടത്. ഏകദേശം 500 മീറ്ററോളം പാർക്കിങ്ങിൽ നിന്ന് റിസോർട്ടിലേക്കുണ്ട്. രാത്രിയാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തുന്നത്. ട്രാവലർ പാർക്ക് ചെയ്തതിന് ശേഷം റിസോർട്ടിൽ നിന്നുള്ള ജീപ്പിൽ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഓഫ് റോഡാണ്, അതുകൊണ്ടാണ് ട്രാവലർ അങ്ങോട്ടേക്ക് പോകാത്തത്. ജീപ്പ് മാത്രമേ ആ ഭാഗത്തേക്ക് പോകുള്ളൂ. അങ്ങനെ ഒടുക്കം ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. ഓഫ് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, അതും നൈറ്റ്. ഈ ജീപ്പൊക്കെ എടുത്ത് ഓഫ് റോഡിലേക്ക് പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാത്രി വന്നിട്ട് രാവിലത്തെ വീഡിയോസ് എന്താ എടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നൈറ്റ് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ഹട്ടിൻ്റെ പേരാണ് ഗ്ലാസ് ക്യാബിൻ. ഇവിടുത്തെ ഓരോ ഹട്ടിനും ഓരോ പേരാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒന്ന് ഈ ഗ്ലാസ് ക്യാബിനും രണ്ടാമത്തത് ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടേജ്. അവിടെ 3 റൂംസ് ആണുള്ളത്. ആ കോട്ടേജിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ മുകളിലോട്ട് കയറിയാലാണ് ഞങ്ങളുടെ ഈ ഒരു ഹട്ടിലേക്ക് എത്തുക. ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലൻ വ്യൂ ആണ്. ഞങ്ങൾ കാട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. റിസോർട്ടൊക്കെ തിരഞ്ഞെടുക്കാൻ പറയുമ്പം ഞാൻ ആദ്യം നോക്കുക കാടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ട് അതെവിടെയാണെന്ന്. ചുറ്റും ഗ്ലാസ് ആണ് കേട്ടോ. ഇതിന് മൊത്തമായിട്ട് ഗ്ലാസ് കവേർഡാണ്. ഡബിൾ കോട്ട് ബെഡാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡ് താഴെയുണ്ട്. ടേബിള്, ചെയർ, ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പുറത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴോട്ടേക്ക് പോവുകയാണ്. ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ഓരോ ഹട്ടിനും പ്രൈവറ്റ് ആയിട്ടുള്ള ക്യാമ്പ് ഫയർ ഉണ്ട്. ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് 4 ഫാമിലീസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രിയത്തെ ഈ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. തണുപ്പും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏലത്തോട്ടമൊക്കെ ഞങ്ങളുടെയൊക്കെ മുകളിലോട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു റിസോർട്ടിലേക്ക് വരണം. ഒരു രക്ഷയില്ലാത്ത ഒരു കിടിലൻ റിസോർട്ട് തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ലൈറ്റൊക്കെ തെളിയിച്ച് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കാണുന്നത് പോലെയല്ല, ശരിക്കും കാണുമ്പോൾ അടിപൊളിയാണ്. ഇത് വേറൊരു ട്രയാങ്കിൾ ഹട്ടാണ് കേട്ടോ. ഓരോ ഹട്ടുകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പം വന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ ഹട്ടിലേക്ക് തന്നെ കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടത്. ഇതാണ് മറ്റൊരു ഹട്ട്, സ്കൈ സ്റ്റോൺ ഹട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ബാച്ചിലേഴ്സിന് താമസിക്കാൻ പറ്റിയൊരു കിഡിലൻ ഹട്ടാണ് കേട്ടോ ഇത്. അറ്റ് എ ടൈം 8 പേർക്ക് ഇവിടെ താമസിക്കാം. 4 ഡബിൾ ബെഡാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ക്യാമ്പ് ഫയറിൽ DJ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. സ്പീക്കർ ഞങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ഡിന്നർ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവർ അത് ഓർഡർ ചെയ്യും. രാത്രിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം കോടയും ഉണ്ടായിരുന്നു. രാത്രിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. 7:30 ആണ് ഇപ്പോഴത്തെ ടൈം. രാവിലെ അവർ ബ്ലാക്ക് ടീ കൊണ്ടുവന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ ഈ ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ ഞാൻ കുടിക്കാറേ ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് നോക്കി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ മുന്നേ എഴുന്നേറ്റായിരുന്നെങ്കിൽ കോടയൊക്കെ കാണാമായിരുന്നു. സാധാരണ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ രാവിലെ തന്നെ എണീച്ച് ആ ഒരു കോട കൊണ്ടുള്ള റിസോർട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ടയർഡായിപ്പോയി. ഗ്രൗണ്ടിൽ നിന്നും അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ഗ്ലാസ് ഹൗസ് ഉള്ളത്. ഒരു മോഡേൺ ഗ്ലാസ് ഹൗസിൽ നല്ല ഭംഗിയായാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 2-3 കിലോമീറ്റർ ദൂരെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടത്തേക്ക് രാവിലെ ട്രക്കിംഗ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. 8 മണിയാകുമ്പോഴാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ട്രക്ക് ചെയ്യാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. രാവിലെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. രാവിലെ മാത്രമല്ല എല്ലാ ടൈമും ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല പ്രകൃതിയുടെ ആ ഒരു മണം അതൊരു വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രകൃതിയുടെ മണം ഏലത്തിൻ്റെ മണമാണ്. സ്ട്രെസ് റിലീഫിന് വേണ്ടി ചില്ല് ചെയ്യാനായാലും റിലാക്സിനായാലും ഒരുപോലെ സ്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഇതാണ് മറ്റു 3 പേരുടെയും കോട്ടേജ്. 3 റൂംസാണ് ഇവിടെയുള്ളത്. ഈ കോട്ടേജിന് പറയുന്നത് ബംഗ്ലാവ് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ചിലവഴിച്ചു. ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. റൈനോസറസ് ബീറ്റിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണിത്. ഭയങ്കര അപകടകാരിയായ ഒരു ഇൻസെക്റ്റ് ആണിത്. ഇവരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ബോട്ടിൽസ് ഒന്നും കളയാതെ ഇവരിത് ചെയ്തിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതിന് ഉണങ്ങണ്ടേ? അത് നമ്മൾ പറിച്ചിട്ട് ഉണക്കുക അല്ലേ? ഏതാ ഇതിന് മൂക്കാനില്ലേ? ഇങ്ങനെ ഉണ്ടാവുക. പറിച്ചോ. എന്താ ഇതില് മെഷീൻ ഇട്ടിട്ട് ഉണക്കുന്നല്ലേ? ഇതല്ലേ ആ ഒരു ഇതായി വരിക. എന്റെ ഭംഗിയുള്ള കയ്യിലെട്ട് മണം എന്റെ അമ്മേ. കയ്യിലെച്ച ഇതാണ് ഏലക്കായ്. രാത്രി ഒരു മിന്നായം പോലെ കണ്ടതാണ് ഈ ട്രയാങ്കിൾ ഹട്ട്. ഇതിന്റെ പേരാണ് സ്കൈസ് ട്രയാങ്കിൾ ചാലറ്റ്. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നെ നെഞ്ചു തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരഭ ദർശന എൻ ജീവൻ സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ദർശന. നമ്മുടെ റൂമിലേക്ക് അതിഥികൾ വന്നപ്പോൾ എന്ത് കേട്ടില്ല. നമ്മുടെ റൂമിലേക്ക് അതിഥികൾ വന്നപ്പോൾ നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നൽകാതകന്നു നീ ഓർക്കുന്ന നേരം കനലാണ് നെഞ്ച് മറുവാക്കു ചൊല്ല. ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലമാണിത്. കുറച്ചു ദൂരം നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഒരുപാട് പുകയും പൊടിയൊക്കെ ശ്വസിച്ച് നടന്ന് നമ്മൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ തന്നെ തോന്നില്ല. ഇവിടുത്തെ ഒരു മണം അതൊരു വേറെ തന്നെയാണ്. പൊട്ടി വിടരുന്ന ഏലക്കായുടെ മണം, അതുപോലെ തന്നെ ഫ്രഷ് എയർ ആണ്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള റൂമാണ് ട്രീ ടോപ്പ് ടെന്റ്. എനിക്കതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മിലിറ്ററി ടെൻറ്റിനോട് സാമ്യം തോന്നിക്കുന്ന ഒരു ടെൻറ്റാണ്. പിന്നെ അതുപോലെ സഫാരി ടെൻറ്റ്, ട്രയാങ്കിൾ ഹട്ട് തുടങ്ങി അങ്ങനെ പല തരത്തിലുള്ള ഹട്ടുകളുണ്ട്. ഇനി പ്രൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണിത്. ചെറിയ റേറ്റിനാണ് ഞങ്ങൾക്ക് ഇവർ ഈ റൂംസ് തന്നത്. ഞങ്ങൾ 4 ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പെർ ഹെഡ് 1000 വെച്ചാണ് ഞങ്ങൾക്ക് ഈ റൂംസ് അവർ തന്നത്. വണ്ടിയിൽ നാല് മരമുണ്ട് അപ്പുറത്തും പുറത്തും. നമ്മൾ നാട്ടിലാണ്, നിങ്ങളെ പോലെ പൂനെയല്ല. അവിടെ വന്നിട്ട് 2-3 ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ചു പോകും. എന്താ മാറാ എന്തോ ഒരു ഏല നമ്മളൊക്കെ പായസമ്പൊക്കെ ഇച്ചിരി ഏലം വാങ്ങുമ്പോൾ ഇത്ര പൈസ അതൊക്കെ മെഷീൻ ഉണ്ടാവും. മറ്റേതില്ലേ തേയിലെല്ലാം ഉള്ള മയണസ് ഉരുള് പൊട്ടിയ സ്ഥലം ഇത്. വലിയ പാറ ഉരുള് പൊട്ടിയ സ്ഥലം ഉരുള് പൊട്ടിയ സ്ഥലമാണ്. പാറ് ഉരുളം കല്ലുകളെല്ലാം താഴെ. നമ്മളെ അപ്പൂമ്മ കാലത്ത് ഇവത്ത് ഫുള്ള് ഉരുളി പൊട്ടിയതാ. എന്റെ പ്രൂഫ് വെള്ളപ്പൊക്കത്തിൽ പറയുന്നത് സൗണ്ട് ഇത്ര അങ്ങ് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഇല്ല ഇങ്ങനെ കേക്കുന്നുണ്ടോ? അത് പോരാ, കുറച്ച് ഏലക്കായ്യടാ അത്. അപ്പൊ പൊട്ടിക്കുന്ന സാധനം എന്തിയേ? ഏലക്കായ പൊട്ടിച്ചാലും കുഴപ്പമില്ലല്ലോ. ഏലക്കായ അങ്ങ് പറിച്ചോ. തിന്നണ്ടല്ല തിന്നരുത്, പറിച്ചോ. ചൂടുവെള്ളം കുടിക്കാൻ നമുക്ക് പോയിട്ട് നട്ട് വളർത്തി നല്ല ആടെല്ലാം പോയിട്ട് ആര് പറിക്കാനാണ്
ആ സമയത്ത് ഇട്ടതാ, പിന്നെ അത് താനേ വളർന്നോളൂ. അതാ പറയുന്നത്. ഫോട്ടോ എടുത്താണ്. ഇതെല്ലാം താനെ വളർന്നാന്ന് എനിക്ക് തോന്നുന്നു. ഇത് അങ്ങ് ആടെ പോയിട്ട് ആരാ ഏലം പറിക്കുന്നത്? നട്ടേടാ. എടാ ആടെ പോയിട്ട് ആരാ ഏലം പറിക്കുന്നത്? അതിലുള്ള ആൾക്കാരുണ്ടാവും. വരുമാനം മോനെ ഇതിന് വേണമെങ്കിൽ കയറി പറിക്കല്ലേ. അതല്ലേ പറയുന്നത്. വഴി കാണില്ലേ 4 ഭാഗത്തും? എല്ലാ ഭാഗത്തും വഴിയുണ്ട്. ഇതൊക്കെ നോക്ക് ആ റൗണ്ട്, എല്ലാ റൗണ്ട് ഫുൾ ഇതായിരിക്കും വൃത്തിയാക്കിയിട്ടുണ്ടാവും. പണിയൊക്കെ നിർത്തിയിട്ട് ഷെയർ എന്തത്? നല്ല പൈസ നല്ല പൈസ നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് വിട്ടാലോ? നല്ല പൈസയാണ്. നമ്മൾ ഇത്ര ഒന്നും പ്രഷറും ഇല്ല അതിൻ്റെ അകത്ത്. ശരിക്കും ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുത്തെ ജീപ്പിൽ അവർ തിരിച്ച് ട്രാവലറിൻ്റെ അടുത്ത് കൊണ്ടുവിടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 500 മീറ്ററോളം ദൂരമുണ്ട് അവിടത്തേക്ക്. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യും. രാത്രി ഈ വഴി തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇരുട്ടായത് കൊണ്ട് കാണാൻ പറ്റിയില്ല. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഏലത്തോട്ടം മാത്രമല്ല, ഒരുപാട് പല തരത്തിലുള്ള മരങ്ങളും ചെറിയ ചെറിയ ചെടികളും ജാതി, കാന്താരി, അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ. സ്നേഹാമൃതം എന്നിലെ ഗോദർശന. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ. ഓർക്കുന്ന നേരം കനലാണു നെഞ്ച്, മറുവാക്കു ചൊല്ലാത്തതിന്റെ. ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി. കാത്തു ഞാൻ ദർശന സർവം സദാ നിൻ സൗരഭദർശന. ഇനിയും ദൂരമുണ്ട് ഞങ്ങളുടെ ട്രാവലറിൻ്റെ അടുത്തെത്താൻ. ഞാൻ വീഡിയോ നീട്ടിവലിച്ച് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ റിസോർട്ടിലേക്ക് തീർച്ചയായിട്ടും വരണം. റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ. മൂന്നാർ വിശേഷത്തിൻ്റെ മറ്റൊരു പാർട്ടുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.